ഹാഷ്മി, നിസ്സംശയം പറയാം. അതായത് ആരോഗ്യ പ്രോട്ടോകോൾ, ലോകാരോഗ്യ സംഘടന പറയുന്ന ആരോഗ്യ പ്രോട്ടോകോളിലെ പല കാര്യങ്ങളും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ യൂണിറ്റിന്റെ മേധാവിയായിരുന്ന ലളിതാംബിക പറയുന്നത് അവിടെ സ്ക്രബ് നേഴ്സ് ഇല്ല എന്ന് പറയുന്നു. അവർ സ്ക്രബ് നേഴ്സ് വേണം, കൃത്യമായി തന്നെ ബോർഡിൽ അത് കൃത്യമായി തന്നെ ഏതൊക്കെ ഉപകരണങ്ങൾ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് ബോർഡിൽ പ്രദർശിപ്പിക്കണം. അതിനുശേഷം അതിന്റെ കണക്ക് ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ആ കണക്ക് കൃത്യമായി എടുക്കണം. അതൊരു നീഡിൽ, ഒരു സൂചിയുടെ പോലും കണക്ക് കൃത്യമായി എടുക്കണം. ആ സൂചി പോലും അത് രോഗിയുടെ ശരീരത്തിൽ കുടുങ്ങരുത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രോട്ടോകോൾ നിഷ്കർഷിച്ചിരിക്കുന്നത് ഇത്തരം ശസ്ത്രക്രിയയ്ക്ക്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. സ്ക്രബ് നേഴ്സ് ഇല്ല, പലയിടങ്ങളിലും തസ്തികയില്ല, റീചെക്കിംഗ് സംവിധാനമില്ല എന്ന ഗുരുതരമായ വീഴ്ച, ആ കുറവ് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നിലേക്ക് എത്തുന്നത്. അതിലെങ്ങനെ ഇനി ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കും? അതിൽ സിസ്റ്റം എന്ത് നടപടി സ്വീകരിക്കും? ഈ പ്രധാനപ്പെട്ട ഗുരുതരമായ ഈ പ്രോട്ടോകോൾ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി സിസ്റ്റം എന്ത് നടപടി സ്വീകരിക്കും, അത് സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്, ഡോക്ടർ ലളിതാംബിക പറയുന്നത് ഈ സ്ക്രബ് നേഴ്സ് അടക്കം ഇല്ല എങ്കിൽ പോലും അത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് പറയുന്നത്. ശസ്ത്രക്രിയ നടത്തുന്ന സർജനൊപ്പം എന്താണെങ്കിലും ഒരു നഴ്സ് വേണം. അത് ഫ്ലോർ നഴ്സ് എന്നുള്ളൊരു തസ്തിക മാത്രമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത് എന്നാണ് ഡോക്ടർ ഹർഷിത ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. DMAക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചുവെന്ന് പറയുന്നു. വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് പറയുന്നു. അവർ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ, അതായത് പ്രോസിക്യൂഷൻ പോലീസ് കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പോലീസിന് നൽകും എന്ന് പറയുന്നു. ശേഷം എന്ത് നടപടി എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഹർഷീനയാണ്. ഹർഷീന സമാനമായി തന്നെ 5 വർഷമാണ് കത്രികയുമായി വയറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷീന വേദന തന്ന ആശുപത്രി ജീവിച്ചത് 5 വർഷമാണ്. അതിനുശേഷം 24 വാർത്ത കൊണ്ടുവന്നതിന് പിന്നാലെയാണ് അതിൽ നടപടി ഉണ്ടായത്. അതിലും സമാനമായ നടപടികൾ പുരോഗമിക്കുകയാണ്. അവർക്ക് മന്ത്രിസഭ 2 ലക്ഷം രൂപ ധനസഹായം നൽകി, അത് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അതിനുശേഷം ഈ നടപടികൾ, പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള അനുമതി ആരോഗ്യവകുപ്പ് നൽകിയെങ്കിലും ആ അനുമതി അങ്ങനെ ഇഴയുകയാണ്. അനുമതി നൽകിയ ആ അന്വേഷണ റിപ്പോർട്ട് അതിനുശേഷം എല്ലാ മാസവും ഹർഷിന ആശുപത്രികൾ കയറി ഇറങ്ങാണ്. കുടിയ വയറുവേദന, ഈ പറയുന്ന ഇത് നമ്മുടെ മൂത്രസഞ്ചിക്ക് മുകളിൽ കുത്തു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ആ കത്രിക. അവിടെ പഴുപ്പ്, മൂത്രത്തിൽ പഴുപ്പ്. ഈ 5 വർഷവും അങ്ങനെ പല ആശുപത്രികൾ കയറി ഇറങ്ങി വേദന തിന്ന് സഹിച്ച ഹർഷനയുടെ മുഖത്തേക്കാണ് 2 ലക്ഷം എന്ന് പറയുന്ന കേവല സഹായം വെച്ച് കിട്ടിയത്. അതവർക്ക് മേടിക്കാൻ മനസ്സിലെന്ന് അവർ പറഞ്ഞു വന്നു. ഹാഷ്മി, അതെ, നിസ്സംശയം അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. അത് വേണ്ട, മന്ത്രിസഭയുടെ ആ തുച്ഛമായ തുക തനിക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ നടപടി വേണമെന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. ഈ കാലം വരെ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്, ഈ കാലം വരെ അത് ചെയ്ത ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ആ ശസ്ത്രക്രിയ ഉപകരണം അവർ മുൻപ് എവിടെ നിന്നോ അവരുടെ വയറ്റിലേക്ക് കുടുങ്ങിയതാണെന്നുള്ള വിചിത്ര ആരോപണമൊക്കെയാണ് ഡോക്ടർമാർ ഉയർത്തിയത് കണ്ടു. ആ വിചിത്ര ആരോപണങ്ങൾ നിലവിൽ ഈ ഉഷ ജോസഫിന്റെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉയർത്തുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ലളിതാംബിക ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് മുമ്പും അവർ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അല്പം മുമ്പ് സൂപ്രണ്ട് അത് മാറ്റി പറയുന്നു. അതായത് സൂപ്രണ്ടിന് പോലും വ്യക്തതല്ല. സൂപ്രണ്ട് പറയുന്നത് കിലോഗ്രാം ഭാരമുള്ള മുഴയാണ് അവരുടെ വയറ്റിൽ നിന്ന് നീക്കം ചെയ്തത്. അത് എങ്ങനെയാണ് മുൻപ് കത്രിക കുടുങ്ങിയത് രണ്ടാമത് ഈ മുഴ നീക്കുന്ന ശസ്ത്രക്രിയയിൽ ഒരു ഡോക്ടർ കാണാതിരിക്കുക എന്നാണ് സൂപ്രണ്ട് ചോദിക്കുന്നത്. അതൊരു കോമൺ സെൻസ് അല്ല എന്നാണ് സൂപ്രണ്ട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതൊരു സ്വാഭാവിക ചോദ്യമാണ്. അത് സമൂഹം പോലെ ആ ചോദ്യം ആരോഗ്യവകുപ്പിനോട് ചോദിക്കും. പിന്നെ എങ്ങനെയാണ് ഈ സിസ്റ്റം നന്നാകുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. എന്താണെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ സർജറി നടത്തിയെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഷീറ്റിൽ പേരുള്ള ഡോക്ടർ ഷാഹിദയാണ് 24 പ്രതികരിച്ചത്. അവർ പറയുന്നത് സർജറി ചെയ്തത് താനാണോ എന്ന് ഓർമ്മയില്ല. ഈ പറയുന്ന രോഗി ഉഷ ജോസഫ് ഡോക്ടർ ലളിതാംബികയുടെ പേഷ്യന്റ് ആണെന്നാണ് ഓർമ്മ. ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിന് കീഴിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് ഡോക്ടർ ഷാഹിദ പറയുന്നു. ആ സമയത്ത് യൂണിറ്റ് ചീഫിന് വരുന്ന രോഗികളാണെങ്കിലും അതല്ല OPയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ശസ്ത്രക്രിയ നടത്തുന്നവരോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നവരുടെ പേരുകൾ ആ OP ചീട്ടിൽ വരാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ 27 വർഷത്തെ തന്റെ സർവീസിൽ ഇത്തരം ഒരു കൈപ്പിഴ ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഉപകരണങ്ങളുടെ കണക്ക് താൻ കൃത്യമായി എടുക്കും എന്നവർ പറയുന്നു. പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ റീചെക്കിങ്ങിനുള്ള സംവിധാനമില്ല. അവിടെ ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തികയില്ല. തന്റെ ഒപ്പം സ്ക്രബ് നേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തികയില്ല എന്നാണ് ഡോക്ടർ ഷാഹിദ 24 പറഞ്ഞത്. നിലവിലെ അന്വേഷണവുമായി അവർ സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് 24. അശ്വിൻ, വണ്ടാനം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ BJP പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഉണ്ടായ പ്രതിഷേധത്തിനിടയിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തക വാഹനത്തിന് താഴേക്ക് വീഴുന്നതും അവരെ പോലീസ് നിയന്ത്രിക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ ഉറപ്പായി വനിതാ പ്രവർത്തകർ കൂടി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വരുന്നതാണ്. വനിതാ പോലീസുകാർ അവിടെ ഉണ്ടാവേണ്ടതാണ്. അതെന്തായാലും ഉണ്ടായിട്ടില്ല. വണ്ടാനം ഒരു പ്രതിഷേധത്തിന്റെ കേന്ദ്രമായി മാറുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട, സംശയം വേണ്ട. നേരത്തെ അലക്സ് പറയുന്നത് പോലെ ഹർഷനയുടെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഹർഷനയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായി എന്ന് എന്ത് കൃത്യമായ നടപടി ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി രാവിലെ പറഞ്ഞാണ്. കാര്യമായ നടപടി ഉണ്ടാകുന്ന പ്രതീതി അല്ലാതെ ഒന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല.
അവർക്ക് അവരുടെ ചികിത്സാ ചെലവ് തന്നെ 10-16 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത സാധാരണഗതിയിൽ മധ്യവർഗ്ഗ കുടുംബമാണ് ആ കുടുംബത്തിന് സാമ്പത്തിക നട്ടലൊടിച്ച ചികിത്സാ ചെലവ് ഉണ്ടായിട്ട് അപ്പോഴും കാരണം കണ്ടുപിടിക്കാതെ ഉണ്ടായിട്ട് 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് മേടിക്കാൻ ഒരു മനസ്സ് വരില്ല. കാര്യം അത്രത്തോളം വേദന അനുഭവിച്ചവരാണ്, അത്രത്തോളം പണം ചിലവാക്കിയവരാണ് അവരുടേതല്ലാത്ത കുറ്റത്തിന്. അതിനുശേഷം കത്രിക തന്നെയാണോ, അത് അവിടെ വെച്ചത് തന്നെയാണോ, അത് വെച്ച് ഡോക്ടർ ആരാണ്, കത്രികയുടെ കാലപ്പഴക്കം തുടങ്ങി കുറേയധികം വാദങ്ങൾ നമ്മൾ കേട്ടു. സമാനമായ വഴിയിലേക്കാണോ ഇത് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവാനുള്ള കാരണം നേരത്തെ അലക്സ് പറയുന്നത് പോലെ ഈ പറയുന്ന വലിയ ഒരു ട്യൂമർ നീക്കുമ്പോൾ ആ കത്രിക കാണില്ലേ എന്ന സൂപ്രണ്ട് ചോദിച്ചാലും ആ സമയത്ത് ശസ്ത്രക്രിയ ഉപയോഗിച്ചിരുന്ന എല്ലാവിധ കത്രികകളും ബാക്കി സംവിധാനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വയറ്റിനകത്തിരുന്ന കത്രിക അപ്പോൾ ഇവർ വിഴുങ്ങിയ കത്രികയാണ് എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് വരുമോ എന്ന കാര്യത്തിൽ സംശയം ഉറപ്പായുമുണ്ട്. റീചെക്കിങ്ങിന് സംവിധാനമില്ല എന്നുള്ളതാണ് ഡോക്ടർ ഷാഹിദ പറയുന്നത്. റീചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശസ്ത്രക്രിയ കഴിഞ്ഞും എല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെയ്യുന്ന സംവിധാനമാണ് റീചെക്കിങ്. അതിനൊരു സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ, റീചെക്കിംഗ് ഇല്ലാതെയാണ് അവിടെ സർജറി നടന്നെന്ന് പറയുമ്പോൾ ഏതൊക്കെ കത്രികകൾ, ഏതൊക്കെ കമ്പും കോലും, ആരുടെയൊക്കെ വയറ്റിൽ ഏതൊക്കെ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഇരിപ്പുണ്ട് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നു. വണ്ടാനത്ത് വലിയ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.